മോട്ടോ വിഷ്ണു, മോട്ടോ വിഷ്ണു, ഇവരിപ്പോഴും നീച്ചില്ലേ? എന്തത് രണ്ടുപേരും എണീച്ച് സങ്കടത്തിലിരിക്കാണല്ലോ. സ്കൂളിൽ പോണ്ട, ഞാനില്ല സ്കൂൾക്ക് പോവാന്. എക്സാം ആണ്, എന്നിട്ട് പോകണ്ടെന്നോ അമ്മ എന്നോട് പറഞ്ഞിക്കണേ നീപ്പിക്കാന്. നിനക്കൊന്നും ക്ലാസ് ഒന്നും ഇല്ലേ? എനിക്ക് നാളെ തുടങ്ങാം. എന്തൊക്കെ ഒരു ഭാഗ്യം. ഞാൻ പോവാണ്, നിങ്ങളോട് കുളിക്കാൻ പറഞ്ഞു കേട്ടോ. എടാ അപ്പൊ നീ ബാത്റൂമിൽ പോയിക്കോ. ഞാനെന്തായാലും എണീച്ച് ബാത്റൂമിൽ പോട്ടെ. ഞാൻ സോഫ ഉണ്ടാവും, കഴിഞ്ഞ അങ്ങോട്ട് വായോ. ശരി. ഇവിടുത്തെ മുമ്പിൽ തന്നെ ബാഗൊക്കെ കൊണ്ടുവച്ച് ഇപ്പൊ കുളിച്ച് പോണ്ട. അപ്പു കഴിഞ്ഞ നിക്ക്, ഞാൻ പറഞ്ഞു കഴിഞ്ഞ്. വിഷ്ണുവിന്റെ കഴിഞ്ഞിട്ടാ. ഞാൻ ഇറങ്ങ്. എന്ത് പെട്ടെന്നാണ് ഓന്തൊക്കെ ചെയ്യുന്നത്. ആഹാ, രണ്ടുപേരും കുളിച്ചോ? എന്താ മുഖത്തൊരു വാട്ടം? ഇന്ന് പരീക്ഷ തുടങ്ങില്ലേ, അതുകൊണ്ടാ. അപ്പൊ പാറൂക്ക് എന്നാ നാളല്ലേ? അപ്പൊ ബിന്ദു ബിന്ദു മക്കൾ എണീച്ചില്ലേ? പൂവുള്ള സമയിക്കണേ. ഇവിടെ ഉണ്ട്. എന്നാണ് അവർക്ക് കഴിഞ്ഞിക്കണേ. നിങ്ങൾ അച്ഛൻ വിളിക്കണ്ടേ, പറിച്ചിരുന്നോ? അല്ല വിഷ്ണു, എനിക്ക് ബാഗൊന്നും വേണ്ടേ? അതിൻ്റെ ആവശ്യമില്ല. മര്യാദ കൊണ്ടിട്ട് പോയിക്കോ. ഈ അച്ഛനെന്താ എവിടെയാണ്? പോവാ, നിങ്ങളെന്താ ഇവിടെ തന്നെ ഇരിക്കണേ? വായു ബസ് സ്റ്റോപ്പിൽ പോയിട്ടിരിക്കാം. ഞാലേ ബിന്ദു, പാറു, ഞങ്ങൾ ഞാൻ ഇറങ്ങിക്കണം കേട്ടോ. മോള് എണീച്ചില്ല? ലില്ലി എണീച്ചില്ല? ഇല്ല, ഓളെ എണീച്ചിട്ടില്ല. ഓൾക്ക് കുറച്ച് കഴിഞ്ഞിട്ട് ഓളെ എണീപ്പിക്കാം. ആ ശരി ശരി. ഞാൻ വിഷ്ണു, അപ്പു, വായോ. ആ വരുന്ന സ്കൂൾ ബസ്. ശരി ശരി, ടാറ്റ. നല്ലപോലെ പരീക്ഷ ഇതൊക്കെ എഴുതിക്കോ. അങ്ങനെ കുട്ടികൾ പോയി, ഞാനും പോട്ടെ.